ഞങ്ങൾ എവിടേക്കാ പോണത്? അതെ, ജത്തൂർ എടുക്കാൻ. ഹലോ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഷോർട്സായി ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ കാറ് വാങ്ങിക്കാൻ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ലാൻഡ്സ്കേപ്പിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കാറ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു ഉച്ചയാകുമ്പോഴാണ് അവർ വിളിച്ചത്. അപ്പോൾ വേഗം പോയി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറേ ആയി കാത്തിരിക്കുകയാണ് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ജത്തൂർ T2 എടുത്തത് ഓൾറെഡി ഞാൻ ഒരു ഷോർട്സായി ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണൂ. ഇതും കാണും, അതും കാണും, എല്ലാം കാണും. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 4 മണിയായി. അവർ വിളിച്ചത് 2:45. ഞങ്ങൾ ഇവിടുന്ന് റെഡിയായി പോയി. ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ പോയി ഞങ്ങൾ സൈനിങ് ഒക്കെ ചെയ്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഷോറൂമിൻ്റെ ഉള്ളിൽ തന്നെ ഈ പോപ്കോണിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഹാൻ അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് അവർ അടച്ചു വെച്ചതാണ്. അപ്പോൾ ഇഹാനെ കണ്ടപ്പോൾ അവർ വേഗം എല്ലാം ഇടാൻ തുടങ്ങി. അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇഹാൻ. പിന്നെ അത് കിട്ടി. പിന്നെ അവൻ അതിൻ്റെ പിന്നാലായിരുന്നു. പിന്നെ അതായിക്ക സൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തൊരു അരമണിക്കൂർ എടുത്തു തോന്നുന്നു വണ്ടി കിട്ടാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇഹാന് പോപ്കോണും കാര്യങ്ങളൊക്കെ കഴിക്കാൻ അവിടെ നിൽക്കുന്നത്. അവനിങ്ങനെ വണ്ടി പ്രാന്താക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ പോപ്കോണിൻ്റെ സൈഡ് അത് അവർ ഓപ്പൺ ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഷോറൂമിൻ്റെ ഉള്ളിൽ കയറ്റി അങ്ങനെയൊന്നല്ല. അവിടെ എല്ലാം നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ആൾ വന്ന് നമുക്ക് ചാവി തരണു. അത് നമ്മൾ മേടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോകണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ കർട്ടനൊക്കെ ഇട്ട് അതൊക്കെ എടുത്ത് അതൊക്കെ ഭയങ്കര ഇതല്ലേ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ വെറുതെ മേടിക്കുന്നു, എടുത്തിങ്ങ് വരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ അവിടുത്തെ ഒരു ഇവരാണ് നമ്മുടെ കാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. മൂപ്പർ തന്നെ വന്ന് നമുക്ക് ചാവിയൊക്കെ തന്ന് നമ്മളിവിടെ ഫോട്ടോ എടുത്ത് പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഞങ്ങളിൽ നിന്ന് ഫോട്ടോ എടുത്ത് തന്നു. അങ്ങനെയൊക്കെ ചെയ്തു, കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു. പിന്നെ ഫുൾ ഫോട്ടോ ആയിരുന്നു. നമുക്ക് ഇൻസ്റ്റയിലും വീട്ടുകാർക്കും ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുക്കലും അതൊക്കെയായിരുന്നു. പിന്നെ ഇതൊക്കെ ഓരോ മെമ്മറി അല്ലേ. പിന്നീട് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ മോനായാലും കാണാനല്ലോ. മോന് മാത്രമല്ല ഞങ്ങൾക്കും കുറച്ചും കൂടെ ആകുമ്പോൾ നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് കാണാമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഇക്ക നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഹാനെ കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന് മുമ്പ് മൂപ്പര് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ. പിന്നെ ഓൾറെഡി ഇക്ക യൂട്യൂബിലൊക്കെ നോക്കി എല്ലാം എപ്പോഴും ഇങ്ങനെ നോക്കി അതും മെമ്മറിയിൽ ഉണ്ട് ഇക്കക്ക്. എന്നാലും അവരുടെ ഒരു ഉത്തരവാദിത്വം എന്നുള്ളതിൽ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇക്ക സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇഹാനെ കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യിക്കാമെന്ന് ഞങ്ങൾ കാറ് ബുക്ക് ചെയ്ത സമയം മുതൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എൻ്റെ ഇക്ക പറയുന്നത് എൻ്റെ മോൻ തന്നെ സ്റ്റാർട്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അവനെ കൊണ്ട് പ്രസ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ വേഗം കയറിയിരിക്കണം. അപ്പോൾ അവൻ്റെ വിചാരം അവനാ ഓട്ടം പോണെന്നാണ്. അപ്പോൾ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവൻ വലിയ ആളായി എന്നുള്ളൊരിതിൽ നോക്കിയിരിക്കണം. അവൻ എക്സൈറ്റഡായി. അപ്പോൾ പിന്നെ വിചാരിക്കുന്നത് അവനെ ഓടിക്കാൻ പോകണമെന്നാണ്. പിന്നെ ഇങ്ങോട്ട് മാറ്റിയിരുത്തിപ്പോൾ ഉപ്പിച്ചി ഞാൻ ഓടിക്കുക വണ്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം നോക്കുകയാണ്. ഫസ്റ്റായിട്ട് എടുക്കുകയാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി. പിന്നെ ഇനി ഇതിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പിന്നെ പതുക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് എന്തായാലും പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.